എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് ഇന്ന് നമുക്കൊരു ഇഡ്ഡലി ഉപ്മാ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതല്പം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ വെള്ളത്തിൽ നിന്നെടുത്ത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ഓരോ ഇഡ്ഡലിയും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാ വീടുകളിലും സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 എണ്ണമെങ്കിലും ബാക്കി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് വൈകിട്ട് നമുക്ക് നല്ലൊരു ഇഡ്ഡലി ഉപ്മാ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ബാക്കി വരുന്ന ഇഡ്ഡലി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഇഡ്ഡലി ഉപ്മാ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 4 ഇഡ്ഡലിയും നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉപ്മാ തയ്യാറാക്കുന്നതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ നന്നായി പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. ഈ കപ്പലണ്ടി നേരത്തെ വറുത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ്. ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളകും 2 ഉണക്കമുളക് 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച 4 ഇഡ്ഡലിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി തയ്യാറാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇഡ്ഡലി ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഇഡ്ഡലി ഉപ്മാ തയ്യാറായി കഴിഞ്ഞു. ഈ റെസിപ്പി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.